എന്നത്തെയും പോലെ ഇന്നൊരു ബുധനാഴ്ച ദിവസം ഡ്യൂട്ടിക്ക് പോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അങ്ങനെ പുറത്തിറങ്ങി നേരെ പോയി ഒരു ചായ കുടിക്കണം. അങ്ങനെ ചായ വാങ്ങി ഞാൻ ഓക്കെയും പറഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ മെല്ലെ മെല്ലെ ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ബസ്സിന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ബസ് വരുന്നു. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറിയപ്പോഴാണ് ഡ്രൈവർ പറയുന്നത്, എന്താ അവിടെ ഇരിക്കുന്നത്, നേരെ മുമ്പിലേക്ക് പോവാം. അങ്ങനെ ഞാൻ മുമ്പിലിരുന്ന് കാഴ്ചകളും കണ്ട് മെല്ലെ മെല്ലെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അങ്ങനെ ബസ് ഇറങ്ങി എൻ്റെ വർക്ക് ലൊക്കേഷനിലെത്തി. ഇതാണ് എൻ്റെ ലൊക്കേഷൻ, ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ്. ഇവിടെ ഒരു ഫാഷൻ സ്റ്റോറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഏകദേശം 1.5 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത് എനിക്കൊരു പുതുമയുള്ള കാഴ്ചയല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ വന്നു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ മെല്ലെ ഞാൻ എൻ്റെ ബാക്ക് സ്റ്റോറിലേക്ക് പോയി. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡെയിലി ചെക്ക് ലിസ്റ്റ്. അങ്ങനെ മെല്ലെ ഞാൻ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. ഇതാണ് എൻ്റെ ഇന്നത്തെ ഭക്ഷണം. അങ്ങനെ ബ്രേക്കിന് ശേഷം ഞാൻ മെല്ലെ ഒന്ന് പുറത്തേക്ക് നടക്കാനിറങ്ങി. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. എപ്പോഴും ഇത് കാണുന്നതുകൊണ്ട് ഇതൊരു പുതുമയുള്ള കാഴ്ചയല്ല. അങ്ങനെ നടന്ന് മെല്ലെ ഞാൻ പ്രെയർ റൂമിൻ്റെ അടുത്തെത്തി. അങ്ങനെ വൈകുന്നേരത്തെ അസ്ർ നിസ്കാരവും ആരംഭിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ കമ്പനിയിലുള്ള 2 സുഹൃത്തുക്കൾ പുറത്തിരുന്നു വർത്തമാനം പറയുന്നത്. അങ്ങനെ അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞാൻ മെല്ലെ ഒരു ജ്യൂസ് വാങ്ങി എൻ്റെ സ്ഥിരം ഇരിക്കാറുള്ള സ്ഥലത്ത് വന്നിരുന്നു. ഇവിടെയാണ് ഒട്ടുമിക്ക സമയവും എൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ ഇരിക്കാറുള്ളത്. തിരിച്ച് ഷോപ്പിലേക്ക് വന്നപ്പോഴാണ് ഇവനുമായി കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയത്. അങ്ങനെ ഇവനുമായി കുറച്ച് തമാശകളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ റണ്ണിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടെ നല്ലൊരു വാമപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ എൻ്റെ സുഹൃത്ത് സാജിദ് ഷോപ്പിലേക്ക് വന്നു. അങ്ങനെ 11 മണിക്ക് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ ബസ് കാത്തിരിപ്പാണ്. ബസ് ഏകദേശം 11:30 മണിയാവും വരാൻ വേണ്ടി. അങ്ങനെ ഏകദേശം 12 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ റൂമിൻ്റെ ബിൽഡിങ്ങിലെത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഓക്കെ.